ഇന്നലെ എനിക്കൊരു കമൻറ്റ് കിട്ടി. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ആവേശവും തോന്നി. പിന്നെ ചിരിയും വന്നു. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ആകെ കൂടിയുള്ളത് 10-15 വ്യൂവും ഒരു 100 സബ്ബുമാണ്. എന്നിട്ട് അവൻ്റെ വർത്താനം 1 മില്യൺ വ്യൂ ഉള്ള പോലെയാണ് എന്നാണ് കമൻറ്റ് വന്നത്. എന്തായാലും ആ കമൻറ്റ് ചെയ്ത ആളോട് എനിക്ക് ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യം, പിന്നെ ഒരു യൂട്യൂബർ, ഇപ്പോൾ ഞാൻ ടിപ്സ് പറയുന്ന ഒരു ചാനൽ, അതുപോലെ മോട്ടിവേഷനൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് എത്ര സബ് ഉണ്ടാവാനാണ്? തുടങ്ങുന്ന എല്ലാവർക്കും ഇതുപോലെ 10, 15, 20 ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്. കാരണം ഈ ടിപ്സ്, യൂട്യൂബിൻ്റെ ടിപ്സ് പറയണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണ്ട പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറയാത്തതിൻ്റെ കാരണം, എൻ്റെ വീഡിയോ ഇപ്പോൾ നിലവിൽ കാണുന്ന ആളുകളിൽ കുറേ ആൾക്കാർ എന്നെ പേഴ്സണലി അറിയുന്നവരാണ്. അപ്പോൾ അതായത് എനിക്ക് വേറെയും 2 ചാനലുണ്ട്. 2 ചാനലും മോണിറ്റൈസേഷനായിട്ട് പൈസ കിട്ടുന്നതിൽ വരുമാനം വരാൻ തുടങ്ങിയ ചാനലുകളാണ്. അപ്പോൾ 5-6 വർഷത്തിലധികമായി ഞാൻ ഈ യൂട്യൂബിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ എക്സ്പീരിയൻസ് ഷെയറിങ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആവുമോ എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിൽ സക്സസ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയും ഈ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ നിങ്ങളുടെ ചാനൽ വൈറലാവും എന്ന് പറയും. അങ്ങനെ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ നിങ്ങളുടെ ചാനൽ വൈറലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സെറ്റിങ്സുകൾ നമുക്ക് അത്യാവശ്യമാണ്. എന്തിനാണെന്ന് വെച്ചാൽ, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് നമ്മളെ മനസ്സിലാക്കാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും, അതായത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ചില സെറ്റിങ്സുകൾ ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. അതായത് കാറ്റഗറി പോലെയുള്ള സെറ്റിങ്സുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്താലേ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എത്തുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അങ്ങനെ നമ്മുടേതായ ടോപ്പിക്കിൻ്റെ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലേ ആൾക്കാർ കാണുള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ സെറ്റിങ്സ് ഓക്കെയാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സെറ്റിങ്സുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ചാനലിലേക്ക് ഒരു ആൾ വന്നു, കണ്ടു, ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പോലെ ഇരിക്കും. നിങ്ങൾ എന്താണോ കാണിക്കുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത് എന്ന് വിളിക്കും. വളരെ എക്സ്പെൻസീവായ ക്യാമറയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു ലേഡീൻ്റെ. അപ്പോൾ അവരുടെ വീഡിയോസിന് 2 lakhs above ആണ് വ്യൂ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ തലകുത്തി കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ഇത്രയും വ്യൂസ് കിട്ടിലും ക്യാമറയൊക്കെ വെച്ചിട്ടൊന്നും ചെയ്താലൊന്നും വരില്ല. അതിന് ക്യാമറയ്ക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുക്കുന്ന സെറ്റപ്പ് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. എൻ്റെ സാധാരണ S20 FE ആണ് ക്യാമറ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അധികവും രാവിലെയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റ് നല്ല ലൈറ്റ് അടിക്കും. അപ്പോൾ ഈ ലൈറ്റാണ് ഈ ക്യാമറ അല്ലെങ്കിൽ ഈ വീഡിയോ ക്വാളിറ്റീൻ്റെ പ്രധാന ഘടകം. ഇതേപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീഡിയോ എങ്ങനെ സക്സസ് ആവാം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ നിന്നിട്ട് കൃത്യമായി ക്യാമറയൊക്കെ വെച്ചിട്ട് സംസാരിക്കുക. അതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീനാണ്, അതായത് ഗ്രീൻ കളറിലുള്ള സ്ക്രീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞത്, നീ 1 മില്യൻ്റെ സംസാരമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10-20 സബ്ബേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ അവതരണ ശൈലി പറയുന്നത് വളരെ ഡൗൺ ആയിട്ട് നമ്മളിങ്ങനെ എല്ലാവർക്കും നമസ്കാരം, എൻ്റെ ചാനലാണ്, ഒന്ന് കാണണം, ദയവ് ഇത് കാണണം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പറയുക, വളരെ പാവമായിട്ട്. പക്ഷേ ഇതേ ആൾക്കൊരു 10 lakhs അല്ലെങ്കിൽ 1 മില്യൺ വ്യൂ വന്നു കഴിഞ്ഞാൽ ആളുടെ സംസാര ശൈലി മൊത്തം മാറും. ആൾ ഭയങ്കര കോൺഫിഡൻസ്. കാരണം ആൾക്കറിയാം എന്ത്, ഞാൻ വീഡിയോ ഇട്ടാൽ കാണാൻ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ വരും. അപ്പം നിങ്ങൾ ആദ്യമേ ആറ്റിറ്റ്യൂഡ് ഇട്ടോന്ന്, ആദ്യം തന്നെ ഒരു 10 സബ്ബേ ഉള്ളെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇടുന്നതിന് എന്താ, ആദ്യം തന്നെ നമുക്ക് 1 മില്യണുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ ഈ അഹങ്കാരത്തോടെ പറയുന്ന പോലെ നിങ്ങളും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് കൊള്ളാലോ വീഡിയോ. പക്ഷെ നമ്മളെ എനർജി കാണുന്ന ആളിലേക്ക് എത്തണം. ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ, ഞാനിങ്ങനെയൊക്കെയാണ് അബദ്ധമായിരുന്നു. എൻ്റെ മറ്റ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ തന്നെ വിചാരിക്കും ഇവരെന്തുപാട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വീട്ടിലിരുന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയും ഇവനെന്തുപാട് ഈ പറയുന്നതെന്നില്ല. കാരണം വെച്ചാൽ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഞാൻ എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് അറിയോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു 6-7 ദിവസം, മാക്സിമം 10 ദിവസം മുന്നെയാണ്. ഈ ചാനലിൽ എപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്.
അത് നിങ്ങൾക്ക് ഞാൻ വേണം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മറ്റ് ചാനലുകൾ കൊടുക്കുക. നിങ്ങൾക്ക് അത് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ ഇതേപോലെ പ്രസൻറ്റേഷനിൽ നിങ്ങൾ ആദ്യം തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് 1 മില്യൺ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആവുമെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ സക്സസ് ആവില്ല എന്ന് വിചാരിക്കുന്നത്? യൂട്യൂബ് എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ആവാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ തമ്പനയിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ വരുന്ന പ്രസൻറ്റേഷൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഹൂക്സൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഫെയിലാവുന്നത്. അത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് മാറ്റാൻ സിമ്പിളായിട്ട് പറ്റും. മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ഓരോ സാധനങ്ങൾ പഠിച്ച് നിങ്ങൾ അതിനനുസരിച്ചിട്ടൊരു മാറ്റം വരുത്തിയാൽ മതി. അതിനൊക്കെ എത്ര സമയം എടുക്കുക? കൂടി വന്ന് 1 മാസം എടുക്കും. പക്ഷെ ചേഞ്ച് ആക്കൂല. ഞാൻ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമില്ല. പിന്നെ ഒരിക്കലും സക്സസ് ആവുമെന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ കയറിപ്പോവും. പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഇത്രയും ഇതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഈ 5-6 ദിവസം കൊണ്ടാണ് മാറിയത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു 1-2 മാസം കൊണ്ട് 1000 സബ്ബെങ്കിലും ഞാനാക്കും. മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മോണിറ്റൈസേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഞാൻ വീഡിയോസ് രാവിലെ ഇതുപോലെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അതിന് എനിക്ക് കിട്ടുന്ന എനർജി ഉണ്ട്. യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വേണ്ടത്, യൂട്യൂബേഴ്സിൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയുമോ? നമ്മളെ മൈൻഡാണ്. മൈൻഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല. വല്ലാതെ നിരാശയിലേക്ക് പോകും. കാരണം 20, 30, 40 വ്യൂസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ വ്യൂസിൽ വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇത്രയും വ്യൂസ് കുറവ്, നമ്മൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്തത് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പം, പക്ഷേ അത് ക്ലിയറാക്കി വന്നാൽ മതി. അത് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡിസ്കഷൻസും നമുക്ക് ചെയ്യാം. നമ്മളെ വീഡിയോ ഇമ്പ്രൂവ് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതൊന്നും വിഷയമല്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് മൈൻഡാണ്. ഞാൻ ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ഉണ്ട്. മൂപ്പർക്ക് 22,000-ലധികം സബ്ബുണ്ട്. മൂപ്പർക്ക് വരുന്ന വ്യൂസ് 30, 40, 50ഒക്കെയാണ്. ഇത്രയും വ്യൂസ് വന്നിട്ട് ആളോട് എനിക്കൊരു ബഹുമാനം തോന്നി. എന്തറിയോ? എല്ലാ ദിവസവും വീഡിയോ ഇടും. എന്നിട്ട് ഈ വ്യൂസ് വന്നിട്ട് മൂപ്പരത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഭയങ്കര കോൺഫിഡൻസ് ആണത്. നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ചെറിയ ടെക്നിക്കലി ഉള്ള മിസ്റ്റേക്സും ഉണ്ട്. മൂപ്പര് ആ വീഡിയോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ മൈൻഡിനെ എല്ലാ ദിവസവും സെറ്റാക്കി വെക്കുക. നല്ല നല്ല വീഡിയോസ് ഇടുക. മിസ്റ്റേക്സുകൾ വരും. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നാലല്ലേ നമ്മളെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വീട്ടിലുള്ളവരോട് എൻ്റെ വീഡിയോക്ക് റീച്ചില്ല എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഓടിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെപ്പോലെയുള്ള ആളുകളോട് സംസാരിക്കുക, എന്നിട്ട് അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്യുക. ഞാൻ ഇതുപോലെ ടിപ്സും മോട്ടിവേഷനും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ചെയ്യുക. വ്യൂസ് വരുമോ വരാതിരിക്കുമോ അത് പിന്നീട് നമുക്ക് നോക്കാം. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.